അതിൽ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ലി HIV അസോസിയേറ്റഡ് ലീഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ വണ്ണാണ് കാൻഡിഡിയാസിസ്. ഈ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂപ്പൽ ബാധയാണ്. ഇത് ശരിക്കും ചില പേഷ്യൻസിലൊക്കെ പൂപ്പൽ ബാധ ഉണ്ടാവും. പക്ഷെ ഈ HIV സംബന്ധിച്ചിട്ടുള്ള പൂപ്പൽ ബാധയാണെന്നുണ്ടെങ്കിൽ അത് സിവിയർ ആയിരിക്കും, ക്രോണിക് ആയിരിക്കും, കൂടുതലായിട്ട് നാക്കിലായിരിക്കും, പാലറ്റിൽ കാണാം, ഓറോഫാരിങ്സിൽ ആയിരിക്കും. സാധാരണഗതിയിലിനെക്കാട്ടിലും നല്ല ക്രോണിക് സിവിയർ ആയിട്ടുള്ള പൂപ്പൽ ബാധയായിരിക്കും ഇത്. സീഡോമെംബ്രൈനസ് അല്ലെങ്കിൽ എരിത്രോമാറ്റസ് ടൈപ്പുള്ള പൂപ്പൽ ബാധയായിരിക്കും വരുന്നത്. രണ്ടാമത് ആയിട്ട് കാണുന്നത് ആണ് ഹെയറി ലൂക്കോപ്ലക്കിയ എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഇത് നാവിന്റെ സൈഡിൽ ആണ് ഇത് കാണുന്നത്. ഇത് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സ്ക്രേപ്പ് ഈ നാവിന്റെ സൈഡിലായിട്ടാണ് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഹെയർസ് പോലെ ഇങ്ങനെ ലൈൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് ഇതാക്കുന്നത്. ഇത് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഇളവി പോവില്ല. പക്ഷെ നമ്മൾക്കറിയാം, നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഇമ്മ്യൂൺ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻസിലും